Have you heard about thin layer chromatography? We know chromatography, it is a method to determine purity or to identify compounds and separate compounds from a mixture. Chromatography, it is an identification technique, it is a separation technique, it is used to purify compounds. Then what is thin layer chromatography? Here we have the principle adsorption. What is adsorption? What do you mean by adsorption? നമുക്കറിയാം ഒരു ക്രോമറ്റോഗ്രഫിയിൽ there is a stationary phase as well as there is a mobile phase. ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫേസ് ആണ് ഈ സ്റ്റേഷനറി ഫേസ്, മൂവ് ചെയ്യുന്ന ഫേസ് ആണ് മൊബൈൽ ഫേസ്. ഓക്കെ, ദെൻ ഈ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. ബേസ്ഡ് ഓൺ ദാറ്റ് the principle of separation can be adsorption or partition. യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസ് അത് സോളിഡ് ആണെങ്കിൽ സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ ആയിരിക്കും. യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ വിൽ ബി പാർട്ടീഷൻ. In thin layer chromatography, it is an adsorption chromatography. So we are using solid as the stationary phase. In thin layer chromatography, solid is the stationary phase. And here separation happens on a thin layer of adsorbent. We are using thin layer chromatography plates. We are using thin layer chromatography plates. How can we prepare a TLC plate? That is thin layer chromatography plate. We can prepare TLC plate. How? It can be a sheet of glass, a glass sheet, or a sheet of metal, or a plastic sheet. Sheet of glass, metal, or plastic, which is coated with a thin layer of solid adsorbent. In thin layer chromatography, we are using thin layer chromatography plate, that is TLC plate. നമ്മൾ ടി എൽ സിയിൽ യൂസ് ചെയ്യുന്നത് സെപ്പറേഷൻ കോളം ക്രോമറ്റോഗ്രഫിയിൽ കോളം ആയിരുന്നു യൂസ് ചെയ്തതെങ്കിൽ തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് TLC പ്ലേറ്റ് ആണ്. എങ്ങനെയാണ് ഈ TLC പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്ലാസിന്റെയോ മെറ്റലിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ ഒരു ഷീറ്റിലേക്ക് നമ്മുടെ സോളിഡ് അഡ്സോർബന്റിന്റെ ഒരു കോട്ടിങ് ചെയ്യുന്നു. ആ കോട്ടിംഗ് ആണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. And this solid adsorbent, it can be silica or alumina. So ഒരു ഗ്ലാസിന്റെയോ മെറ്റലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഷീറ്റിന്റെ മുകളിൽ സിലിക്കയുടെയോ അലൂമിനിയയുടെയോ, അതാണ് സ്റ്റേഷനറി ഫേസ്, സിലിക്കയുടെയോ അലൂമിനിയയുടെയോ ഒരു തിൻ ലെയർ കോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ TLC പ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. So this is the stationary phase, and we use solvent, that is liquid, as the mobile phase. Liquid is the mobile phase in thin layer chromatography. Then how can we separate, or how can we purify, or how can we identify compounds in a mixture? എങ്ങനെയാണ് TLC യൂസ് ചെയ്തിട്ട് ഒരു മിക്സ്ചറിലുള്ള കോമ്പൗണ്ടിന്റെ ഐഡന്റിഫിക്കേഷൻ, സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്?
This is our TLC plate. This is our TLC plate. നിങ്ങൾ ബോട്ടണി ലാബിലോ മറ്റോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, പേപ്പർ ക്രോമറ്റോഗ്രഫി ഒക്കെ ചെയ്തിട്ടുണ്ടോ? Then we have the TLC plate. ആ TLC പ്ലേറ്റിലേക്കാണ് നമ്മുടെ സാമ്പിൾ മിക്സ്ചറിനെ ലോഡ് ചെയ്യേണ്ടത്. സാമ്പിൾ മിക്സ്ചറിനെ ലോഡ് ചെയ്യാം എന്ന് വെച്ചാൽ ആ സാമ്പിളിന്റെ ഒരു സ്പോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു TLC പ്ലേറ്റിലാണ്. അതിനുവേണ്ടി we have to make some marks at the bottom of the TLC plate. We have to make some marks at the bottom of the TLC plate. ആ TLC പ്ലേറ്റിന്റെ താഴെ അവിടെ പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. ആ മാർക്കിലേക്കാണ് നമ്മുടെ സാമ്പിൾ മിക്സ്ചറിനെ ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലേക്കാണ് സാമ്പിൾ മിക്സ്ചറിനെ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും സാമ്പിൾ ആണ്, സാമ്പിളിന്റെ ഡോട്ട്സ്. അത്രയും കുറച്ച് എമൗണ്ട് മാത്രമേ തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ നമുക്ക് വേണ്ടു. So mark sample spot at the bottom of the TLC plate. Then we have to load the sample. മാർക്ക് ചെയ്തു. ആ മാർക്കിലേക്ക് സാമ്പിളിനെ ലോഡ് ചെയ്യുന്നു. സാമ്പിളിന്റെ സ്പോട്ട് അവിടെ ഇടുന്നു. Then pour mobile phase in the TLC chamber. ഈ TLC പ്ലേറ്റ് വെക്കേണ്ടുന്ന ആ ഒരു വെസലിനെയാണ് TLC ചേംബർ എന്ന് പറയുന്നത്. ആ TLC പ്ലേറ്റ് വെക്കുന്ന ചേംബർ, that is TLC chamber. നമുക്കറിയാം മൊബൈൽ ഫേസ് ലിക്വിഡ് ആണ്. തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ആ ലിക്വിഡിനെ TLC ചേംബറിൽ എടുക്കുന്നു. എന്നിട്ട് അത് കുറച്ചു നേരം അടച്ചു വെക്കുന്നു. മൊബൈൽ ഫേസിനെ ചേംബറിലേക്ക് എടുത്ത് അതിനെ അടച്ചു വെക്കുന്നു. അങ്ങനെയാണ് ഒരു ഈക്വൽ ഹ്യൂമിഡിറ്റി, ആ TLC ചേംബറിൽ ഒരു ഈക്വൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഈക്വൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന TLC ചേംബറിലേക്ക് ആ TLC പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻസേർട്ടിംഗ് ദ TLC പ്ലേറ്റ് ഇൻ ടു ദ ചേംബർ. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സാമ്പിൾ ഡോട്ട്സ്, സാമ്പിളിന്റെ ഡോട്ട് എപ്പോഴും മൊബൈൽ ഫേസിന്റെ മുകളിലായിരിക്കണം, മൊബൈൽ ഫേസിന്റെ ലെവലിന്റെ മുകളിലായിരിക്കണം. സാമ്പിൾ സ്പോട്സ് മസ്റ്റ് ബി above the level of mobile face. You can see here, this is the mobile ഫേസിന്റെ ലെവൽ. ഇതാണ് നമ്മുടെ സാമ്പിൾ ഡോട്ട്സ്, ഇതാണ്. അങ്ങനെ മൊബൈൽ ഫേസ് എപ്പോഴും സാമ്പിൾ സ്പോട്ടിന്റെ താഴെ മാത്രമേ വരാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേഷൻ കിട്ടില്ല. And you have to wait for some minutes. You can see there will be separation of components in the mixture. There will be components gets separated. Here it starts to separate, and at the final stage it becomes completely separated. അങ്ങനെ കംപ്ലീറ്റ് സെപ്പറേഷൻ കഴിഞ്ഞു, സെപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലായാൽ നമ്മൾ ആ TLC പ്ലേറ്റ് TLC ചേംബറിൽ നിന്ന് പുറത്തെടുക്കുന്നു. ആ TLC പ്ലേറ്റിൽ മൊബൈൽ ഫേസ് ഉണ്ടാവുമല്ലോ, ലിക്വിഡ് ആയിട്ടുള്ള മൊബൈൽ ഫേസ് ഉണ്ടാവും. സോ വി ഹാവ് ടു ഡ്രൈ ഇറ്റ്. ആ മൊബൈൽ ഫേസിനെ ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് UV ലൈറ്റ് ചേംബറിന്റെ ഹെൽപ്പോടുകൂടി ഏതൊക്കെയാണ് ആ കോമ്പൗണ്ട്സ്, ഏതൊക്കെയാണ് ആ മിക്സ്ചറിലുള്ള കോമ്പണൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. Then how can we identify? ഈ ക്രോമറ്റോഗ്രഫിയിൽ നിങ്ങൾക്ക് കാണാം ഓരോ കോമ്പണന്റും ഓരോ സ്പെസിഫിക് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്.
നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയാണോ സാമ്പിള് ലോഡ് ചെയ്യുന്നത്, ഈ ഒരു ലൈനിലായിരുന്നു സാമ്പിൾ ലോഡ് ചെയ്തത്. ആ ലൈനിൽ നിന്ന് ഓരോ കോമ്പണന്റും എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, സാമ്പിൾ മാർക്ക് ചെയ്തെടുക്കുന്ന ഓരോ കോമ്പണന്റും എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിന്റെ ബേസിസിലാണ് ഏതാണ് നമ്മുടെ ഈ കോമ്പണന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ RF, റിട്ടൻഷൻ ഫാക്ടർ. സോ എന്താണ് കോളം ക്രോമറ്റോഗ്രഫി, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, മനസ്സിലായോ? നന്ദന? യെസ് മാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ അല്ലേ? ഓക്കെ മാം, മനസ്സിലായി. ഓക്കെ നന്ദന. എന്താണ് കോളം ക്രോമാറ്റോഗ്രഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിക്കുള്ള അഡ്വാൻറ്റേജ്? ഇൻ TLC റിക്വയർസ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കോമ്പൗണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഡോട്ടിന്റെ അത്രയും സാമ്പിൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത്രയും സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ TLCക്ക് റിക്വയർഡ് ആയിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഫാസ്റ്റർ കമ്പയർഡ് ടു കോളം ക്രോമാറ്റോഗ്രഫി. The separation in TLC is faster compared to column chromatography. And based on RF values, that is retention factor, we can identify components present in the mixture. Then what are the applications of TLC? ഏത് ക്രോമറ്റോഗ്രഫിയുടെയും ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്ന 3 കാര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ഹിബ? മാം, ഏത് ക്രോമറ്റോഗ്രഫിക്കും നമുക്ക് എഴുതാവുന്ന 3 ആപ്ലിക്കേഷൻസ് അതേതൊക്കെയായിരിക്കും? ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ എ മിക്സ്ചർ, സെപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ എ മിക്സ്ചർ, യെസ്, to check the purity of the sample. യെസ് യെസ്, ഗുഡ് ഗുഡ് ഹിബ. ആ 3 പോയിന്റ്സ് നമുക്ക് എല്ലാ ക്രോമറ്റോഗ്രഫിക്കും എഴുതാം. ഐഡന്റിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് കോമ്പണന്റ്സ്. പിന്നെ എന്താണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്? വി ക്യാൻ മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെയാണ് അതിന്റെ പ്രോഗ്രസ് എന്ന് ചെക്ക് ചെയ്യാൻ TLC യൂസ് ചെയ്യാം. And we can use it to monitor column chromatographic separation. നമ്മൾ ഈ കോളം ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കോളം ക്രോമറ്റോഗ്രഫിയിൽ നിന്ന് എത്രത്തോളം സെപ്പറേഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് TLC യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാം. And also we can determine the suitable solvent for column chromatographic separation. കോളം ക്രോമറ്റോഗ്രഫിയിൽ ഏത് സോൾവെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് സോൾവെന്റ് യൂസ് ചെയ്താലാണ് നന്നായിട്ട് സെപ്പറേഷൻ കിട്ടുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ആദ്യം TLC യൂസ് ചെയ്യും. ഇത് സെയിം സാമ്പിൾ തന്നെ TLCയിൽ വെച്ചിട്ട് ഓരോ സോൾവെന്റിലും ചെക്ക് ചെയ്യും, ഓരോ മൊബൈൽ ഫേസും. ഫോർ എക്സാമ്പിൾ ബെൻസീൻ ചെക്ക് ചെയ്തു, സൈക്ലോഹെക്സൈൻ ചെക്ക് ചെയ്തു, അങ്ങനെ കുറെ ലിക്വിഡ്സ്, അതായത് കുറെ സോൾവെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ ഏതോ ഒരു സോൾവെന്റിലാണ് നന്നായിട്ട് സെപ്പറേഷൻ കിട്ടുന്നത്, ആ സോൾവെന്റ് ആണ് നമ്മൾ കോളം ക്രോമറ്റോഗ്രഫിയിലെ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. These are the applications of thin layer chromatography. പറഞ്ഞല്ലോ, റിട്ടൻഷൻ ഫാക്ടറിന്റെ ബേസിസിലാണ് നമ്മൾ ഏതാണ് കോമ്പൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. Then what is retention factor?
ഇത് 1-2 പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ്. എന്താണ് റിട്ടൻഷൻ ഫാക്ടർ എന്ന്. It is used to identify compounds because it is unique for each component in a particular solvent. ഓരോ കോമ്പണന്റിനും സ്പെസിഫിക് സോൾവെന്റിൽ ഒരു സ്പെസിഫിക് RF വാല്യൂ ഉണ്ടായിരിക്കും. ഓരോ കോമ്പണന്റിനും ഓരോ സ്പെസിഫിക് സോൾവെന്റിലും ഓരോ സ്പെസിഫിക് RF വാല്യൂ ഉണ്ടായിരിക്കും. സോ അതിന്റെ ബേസിസിലാണ് ഏതാണ് ആ കോമ്പൗണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓൾറെഡി നമുക്കറിയാം ഈ സോൾവെന്റിൽ ആ ഒരു കോമ്പൗണ്ടിന് ഇതാണ് RF വാല്യൂ എന്നുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ RF വാല്യൂ ഏത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ടാണോ മാച്ച് ചെയ്യുന്നത് അതാണ് നമ്മുടെ കോമ്പൗണ്ട്. So how can we define retention factor? It is the ratio of distance traveled by the sample spot to the distance traveled by the solvent front. Distance traveled by the compound to the distance traveled by the solvent front. എന്താണത്? നമുക്കറിയാം ഇതാണ് സോൾവെന്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ യൂസ് ചെയ്ത മൊബൈൽ ഫേസിന്റെ ലെവലാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സോൾവെന്റ് ഫ്രണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ വി ലോഡഡ് അവർ സാമ്പിൾ. ഇങ്ക് സ്പോട്ട് എന്ന് മാർക്ക് ചെയ്ത പ്ലേസിലാണ് നമ്മുടെ സാമ്പിള് ലോഡ് ചെയ്തത്. ഇവിടെ ലോഡ് ചെയ്ത സാമ്പിള് അതിന്റെ കോമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതിലെ ഓരോ കോമ്പണന്റും സ്പെസിഫിക് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. For compound A, it traveled 5 centimeters from this point. B traveled 4 centimeters from the ink spot. And C, it traveled 2 centimeters from the ink spot. അങ്ങനെ ഓരോ കോമ്പണന്റും ആ ഇങ്ക് സ്പോട്ട് എന്ന് വെച്ചാൽ സാമ്പിൾ ലോഡ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് സ്പെസിഫിക് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഇനി അതിന്റെ ബേസിസിലാണ് നമ്മൾ RF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ക്യാൻ യു കാൽക്കുലേറ്റ് RF ഫോർ ABC? ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ABC എന്നീ 3 കോമ്പണൻസിന്റെ RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? Let us start with A. A എന്നുള്ള കോമ്പൗണ്ട് അതിന്റെ RF വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? A എന്നുള്ള കോമ്പൗണ്ട് ആ ഇങ്ക് സ്പോട്ടിൽ നിന്ന് 5 സെന്റിമീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ RF വാല്യൂ ജുമീന Yes, ma'am. A എന്നുള്ള കോമ്പൗണ്ട് അതിന്റെ RF വാല്യൂ, അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പൗണ്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് ഫ്രണ്ട്. സോൾവെന്റ് ഫ്രണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 6 centimeters given in the figure. So can you calculate RF value for compound A? ചുമീന കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് A എന്നുള്ള കോമ്പൗണ്ടിന്റെ RF വാല്യൂ ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 5/6. 2 by for A. For A. Where is A? Jumina? 5/6. Yes. 5/6. For A, it has traveled 5 centimeters from the ink spot. It has traveled 5 centimeters
So distance traveled by the compound, it is 5 divided by distance traveled by the solvent front. Distance traveled by the solvent front, it is equal to 6. So retention factor for A equal to 5 divided by 6. And for B, സാമ്പിൾ ലോഡ് ചെയ്തിരിക്കുന്ന പ്ലേസിൽ നിന്ന് ഇങ്ക് സ്പോട്ടിൽ നിന്ന് ബി എന്നുള്ള കോമ്പൗണ്ട് ട്രാവൽ ചെയ്തത് 4 സെന്റിമീറ്റർ ആണ്. So distance traveled by the compound, it is equal to 4, and distance traveled by the solvent front, that is 6 centimeter. So the RF for B, it is equal to 4 by 6. And for C എന്നുള്ള കോമ്പൗണ്ട് ആ ഇങ്ക് സ്പോട്ടിൽ നിന്ന് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, that is equal to 2 centimeter. So the RF for C equal to 2 divided by 6. This is how we can calculate RF for a compound. ഞാൻ പറഞ്ഞു റിട്ടൻഷൻ ഫാക്ടർ എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? What is RF and how can we calculate RF? Where is the response? Okay. So we have covered column chromatography and thin layer chromatography. Now we are moving on to gas chromatography. Gas chromatography. We know all chromatographic methods are used for separating, identifying, and purifying components in a mixture. Here also, gas chromatography is used for the separation, identification, purification, and analysis of gaseous mixture and volatile organic compounds. They are used for the separation of gaseous mixture and volatile organic compounds. So can you guess which is the mobile phase in gas chromatography? Which is the mobile phase in gas chromatography? Gas chromatography use ചെയ്യുന്ന is it is gas. And which will be the stationary phase? Gas chromatography use ചെയ്യാവുന്ന stationary phase അത് ഏതൊക്കെയായിരിക്കും? സോളിഡ് ആൻഡ് ലിക്വിഡ് യെസ് ആയിരിക്കാം. ഗ്യാസ് നമുക്ക് സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. സോളിഡും ലിക്വിഡും ആണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ്. സോ ഏതാണ് സ്റ്റേഷനറി ഫേസ്? അത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നതിന്റെ ബേസിസിലാണ് സെപ്പറേഷൻ വരുന്നത്. സോളിഡ് ആണെങ്കിൽ അഡ്സോർപ്ഷൻ ആണ്, ലിക്വിഡ് ആണ് സ്റ്റേഷനറി ഫേസിങ്കിൽ പാർട്ടീഷനിങ് ആണ് സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ. Here, mobile phase move over a stationary adsorbent. Gas is the mobile phase. Stationary phase can be either liquid or solid. Stationary phase in gas chromatography can be either solid or liquid. If we are using solid as the stationary phase, it is known as gas solid chromatography, GSC. Here, solid is the stationary phase. And if we are using liquid as the stationary phase, the chromatography is known as gas liquid chromatography, GLC, gas liquid chromatography. In GSC,
Adsorption is the separation principle. Adsorption occurs between a mobile phase and the solid stationary phase. നമ്മൾ പറഞ്ഞല്ലോ ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫിയിൽ സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിൽ അഡ്സോർപ്ഷന്റെ ബേസിസിലാണ്. എങ്ങനെയാണ് ഓരോ കോമ്പണന്റും സ്റ്റേഷനറി ഫേസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് സെപ്പറേഷൻ വരുന്നത്. ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിലാണെങ്കിൽ ലിക്വിഡ് ആണ് സ്റ്റേഷനറി ഫേസ്. അതുകൊണ്ട് തന്നെ ഓരോ ലിക്വിഡിലേക്കും എങ്ങനെയാണ് ഓരോ കോമ്പണന്റിന്റെയും അഫിനിറ്റി വരുന്നത്. പാർട്ടീഷനിങ് ആണ് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയുടെ സെപ്പറേഷൻ പ്രിൻസിപ്പിൾ. കുറേയധികം പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി, അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. നിങ്ങൾക്കറിയാലോ. ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം എത്രത്തോളം നമുക്ക് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുന്ന പോർഷൻസ് ആണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് മൊബൈൽ ഫേസ്, എന്താണ് ഇവിടെയുള്ള ഇവിടെയുള്ള സ്റ്റേഷനറി ഫേസ്, അതിന്റെ ബേസിസിൽ എത്ര ടൈപ്പ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഉണ്ട്. ഇനി സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസെങ്കിൽ അഡ്സോർപ്ഷന്റെ ബേസിസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. ലിക്വിഡ് ആണ് സ്റ്റേഷനറി ഫേസെങ്കിൽ പാർട്ടീഷനിങ് ആണ് സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ. അത്രയും നമുക്കറിയാം. സോ ആദ്യം ഗ്യാസ് ക്രോമറ്റോഗ്രഫിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുള്ളത് അത്രയും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇനി ബാക്കിയുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി? We are using nitrogen, argon, hydrogen, helium, etc. as the mobile phase. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫേസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസസ്: നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ, ഹീലിയം. എന്താണ് ഈ ഗ്യാസസിന്റെ സ്പെഷ്യാലിറ്റി? നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ, ഹീലിയം. എന്താണ് ഈ ഗ്യാസസിന്റെ സ്പെഷ്യാലിറ്റി? നോബിൾ ഗ്യാസ്, എല്ലാം നോബിൾ ഗ്യാസ് അല്ല. നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, നോബിൾ ഗ്യാസ് ഓക്കെ ഇനേർട്ട് ആണ്. സാമ്പിളിന്റെ ഓരോ കോമ്പോണന്റും ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസസിന് ഫർദർ റിയാക്ഷൻസ് ഒന്നുമില്ല. സാമ്പിളുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മൊബൈൽ ഫേസിന് റിയാക്ഷൻസ് നടക്കില്ല. ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ, ഹീലിയം എക്സെട്ര ആസ് ദ മൊബൈൽ ഫേസ്. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ? വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് സാമ്പിൾ ഇൻ ടു ദ മൂവിംഗ് കാരിയർ ഗ്യാസ്. There is a gas tank. ആ ഗ്യാസ് ടാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വൈ ഡു വി യൂസ് എ ഗ്യാസ് ടാങ്ക്? ബിക്കോസ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫേസ് വേണം. ആ മൊബൈൽ ഫേസ് ആണ് ഈ ഗ്യാസ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. Then there is a valve, gas flow controller. ഫ്ലോ ചെയ്യുന്ന ഗ്യാസിന്റെ പ്രഷർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് വേണം. ഏത് പ്രഷറിലാണ് ആ ഗ്യാസ് ഫ്ലോ ചെയ്യേണ്ടത്, അതിനുവേണ്ടി റെഗുലേറ്റേഴ്സ് വേണം. അതിനൊക്കെയാണ് ഈ ഗ്യാസ് ഫ്ലോ കൺട്രോളർ ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഗ്യാസ് ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്യാസിനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോളേഴ്സ് ഉണ്ട്.
Then there is a sample inlet. We are introducing sample into the system through this inlet, sample inlet. You can see here there is a gas column, gas chromatography column. So sample inject ചെയ്തു, അതിനുശേഷം ഒരു ഗ്യാസ് കോളത്തിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. Then there is detector and a recorder. This is gas tank, and we are introducing sample into this through this inlet. There will be separation of components while it passes through the gas chromatography column, and corresponding signals are detected using a detector. There is a recorder, it records the signal. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? Okay, gas tank is made up of stainless steel. This is gas tank. And we are using hydrogen, helium, neon, argon, etc. as the mobile phase. They are the carrier gas or mobile phase. And there is gas flow controller to control the pressure of this mobile phase. We have to maintain that pressure. We can use gas sample or liquid sample. Sample can be in the form of liquid or solid, GSC or GLC. And then it passes through the gas chromatography column. This column can be of any shape. നമ്മൾ യൂസ് ചെയ്യുന്ന കോളം ഇവിടെ ഇപ്പോൾ കോയിൽ ഷേപ്പിലാണുള്ളത്, അത് ഏത് ഷേപ്പിലുള്ള കോളംസ് അവൈലബിൾ ആണ്. കോളം ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അതിലെ 3 ടൈപ്പ് ഡിറ്റക്ടേഴ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ, ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ ആൻഡ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ. ആ 3 ഡിറ്റക്ടേഴ്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. Then we are opening the valve of the gas tank. We have to control the pressure of mobile phase. ഫസ്റ്റ് നമ്മുടെ കോളത്തിലൂടെ പാസ് ചെയ്യുന്നത് ഈ മൊബൈൽ ഫേസ് മാത്രമാണ്. മൊബൈൽ ഫേസ് മാത്രം കോളത്തിലൂടെ പാസ് ചെയ്യുന്നു. അത് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഡിറ്റക്ടർ അനലൈസ് ചെയ്ത് റെക്കോർഡർ റെക്കോർഡ് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. മൊബൈൽ ഫേസ് മാത്രമാണ് ആദ്യം ഈ ഒരു കോളത്തിലൂടെ പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പിൾ ഇൻജെക്ട് ചെയ്യാണ്. ഈ ഒരു കാരിയർ ഗ്യാസിലേക്ക്, ആ മൊബൈൽ ഫേസിലേക്ക് സാമ്പിളിനെ ഇൻജെക്ട് ചെയ്യുന്നു. And we know this sample can be solid or liquid. And there will be separation as it passes through the gas chromatography column. ആ സാമ്പിളിലെ ഓരോ കോമ്പണന്റും അഫിനിറ്റിയുടെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. കാരണം അഫിനിറ്റി കൂടിയത് കുറഞ്ഞത് മൊബൈൽ ഫേസിനോടാണോ അഫിനിറ്റി, സ്റ്റേഷനറി ഫേസിനോടാണോ അഫിനിറ്റി എന്നതിന്റെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടാണോ സ്ലോ ആയിട്ടാണോ മൂവ് ചെയ്യുക? നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന there are 3 components in the mixture: blue, red and green. There are 3 components. ഇതിലെ മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ബ്ലൂ, റെഡ് ഓർ ഗ്രീൻ? മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടുതൽ.
ബ്ലൂ, റെഡ് ഓർ ഗ്രീൻ. മൊബൈൽ ഫേസ് മൂവിങ് ആണ്. ആ മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടുതൽ ആയിട്ടുള്ളയാള് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. സ്റ്റേഷനറി ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അയാളുടെ മൂവ്മെന്റിന്റെ സ്പീഡ് കുറവായിരിക്കും. റെഡ് വിൽ ബി, റെഡ് എന്തായിരിക്കും? റെഡിന് അഫിനിറ്റി കൂടുതൽ സ്റ്റേഷനറി ഫേസിനോടാണോ മൊബൈൽ ഫേസിനോടാണോ? യെസ് ജിമീന, ശരിയാ. റെഡ് ആണ്, കാണാം ഇവിടെ, റെഡ് ആണ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. മീൻസ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്ന കോമ്പണന്റിനാണ് മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടുതൽ. ഇവിടെ ഗ്രീൻ ആണ് ഏറ്റവും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ആ ഗ്രീൻ കോമ്പണന്റിനാണ് സ്റ്റേഷനറി ഫേസിനോട് അഫിനിറ്റി കൂടുതൽ. അങ്ങനെ മൊബൈൽ ഫേസിനോടും സ്റ്റേഷനറി ഫേസിനോടും ഉള്ള അഫിനിറ്റിയുടെ ബേസിസിലാണ് ഈ ഒരു സെപ്പറേഷൻ വരുന്നത്. അത് ഏത് ക്രോമറ്റോഗ്രഫിയിലാണെങ്കിലും മൊബൈൽ ഫേസിനോട് അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിനോടുള്ള അഫിനിറ്റിയുടെ ബേസിസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് ഡിറ്റക്ടറിൽ കിട്ടുന്നു. ആ ഡിറ്റക്ടർ അതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡറിലേക്ക് പാസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ആയിട്ട് നമുക്കൊരു ക്രോമറ്റോഗ്രാഫ് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. റെഡ് കളറിലുള്ള കോമ്പണന്റിന്റെ പീക്കാണിത്, ബ്ലൂ കളറിലുള്ള കോമ്പണന്റിന്റെ പീക്ക്, ഗ്രീൻ കളറിലുള്ള കോമ്പണന്റിന്റെ പീക്ക്. അങ്ങനെ 3 കോമ്പണന്റ്സ് ആണ് ആ ഒരു മിക്സ്ചറിൽ ഉണ്ടായിരുന്നത്. അതിന്റെ സ്പെക്ട്രമാണിത്. ഇതാണ് റെക്കോർഡറിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ പ്രോസസ്സ് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്തത്? യു ആർ ഇൻട്രൊഡ്യൂസിങ് സാമ്പിൾ ഇൻ ടു ദ മൊബൈൽ ഫേസ് and it will pass through the gas chromatographic column. It can be GLC or GSC, and there will be distribution of components between these two phases, mobile phase and stationary phase. Mobile phase lekkum stationary phase lekkum distribute ചെയ്യുന്നു. ഡിറ്റക്ടർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് തരുന്നു, റെക്കോർഡർ അത് റെക്കോർഡ് ചെയ്യുന്നു. പറഞ്ഞു എന്താണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പൽ, വർക്കിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എന്താണ് ക്രോമറ്റോഗ്രഫി എന്ന് കണ്ടു നിങ്ങൾ, ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് കണ്ടു. എന്താണ് ഈ ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പൽ, അതും കണ്ടല്ലോ. ഇനി ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.